കോൺസ്റ്റബിൾ IRB CPO എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ വരുന്നത്. സി, അതായത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അപ്പം വൈകുണ്ഠസ്വാമികള് സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഇവിടെ നമ്മൾ വൈകുണ്ഠസ്വാമികളെന്ന് സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് ചട്ടമ്പിസ്വാമിയുടെ വരുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം, മർമ്മക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പ്രസ്ഥാനമാണ്. കുര്യാക്കോസ് ഏലിയാസ് ചവറ എന്ന് പറയുന്ന അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. വാഗ്ഭടാനന്ദ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, വക്ക അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. അപ്പൊ വാഗ്ഭടാനന്ദ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പൊ ആറ്റിങ്ങൽ കലാപം എന്നാണ് നടന്നത്? 1721 ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി എന്ന് പറയുന്നത് ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേലുത്തമ്പി കലാപം എന്നാണ് നടന്നത്? കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജാനുവരി 11. കുണ്ടറ വിളംബരം എന്നാണ് 1809 ജാനുവരി 11. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ഏത് ബ്രിട്ടീഷ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്? കോളിൻ മെക്കാലെ. പഴശ്ശി കലാപം എന്നാണ്? ഒന്നാം പഴശ്ശി യുദ്ധം 1793, 1797. രണ്ടാം പഴശ്ശി വിപ്ലവം 1800-1805. കുറിച്യ കലാപം എന്നാണ്? 1812. കുറിച്യ കലാപം 1812. ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97. രണ്ടാം പഴശ്ശി വിപ്ലവം 1800-1805. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. കുണ്ടറ വിളംബരം 1709 ജാനുവരി 11. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന? ആൻസർ എന്ന് പറയുന്നത് ബംഗാളാണ്. അപ്പൊ തേഭാഗ പ്രക്ഷോഭം എന്ന് പറയുന്ന നടന്ന വർഷം 1946-47 കാലഘട്ടത്തിലാണ്. തേഭാഗ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ് ഭവാനി സെൻ ആണ്. തേഭാഗ പ്രക്ഷോഭം നടന്ന പ്രദേശം ബംഗാളാണ്. അപ്പൊ 1946-47 കാലഘട്ടത്തിലാണ് തേഭാഗ പ്രക്ഷോഭം നടന്നത്. പ്രധാന നേതാവ് ഭവാനി സെൻ ആണ്. സന്യാസി ലഹള എന്ന് പറയുന്നത് എന്നാണ് നടന്നത്? 1770. 1720 മുതൽ 1820 വരെയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവം എന്ന് പറയുന്നതാണ് സൈനിക ലഹള. സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി ബങ്കിംചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം 1882. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സംരംഭം ബന്ധമില്ലാത്ത നേതാക്കൾ ആരാണ്? സിദ്ധുവും കാനുവാണ് ബന്ധമില്ലാത്ത നേതാക്കൾ. സിദ്ധുവും കാനു ഏത് കലാപത്തിന് നേതൃത്വം നൽകിയവരാണ്? സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് സിദ്ധു കാനു. സാന്താൾ കലാപം നടന്നത് 1855 ജൂൺ 30. 1855 ജൂൺ 30 സാന്താൾ കലാപം നടന്നത്. ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന സാന്താൾ ഗോത്ര ജനതയുടെ ജീവിതമാർഗങ്ങളായിരുന്ന വനവിഭവങ്ങളുടെ ശേഖരണവും പരമ്പരാഗത രീതിയിലുള്ള കൃഷിയും
അവർ കാടുകൾ വെട്ടിത്തെളിച്ച് ഫലഭൂഷ്ടിയായ കൃഷി ഭൂമിയാക്കി മാറ്റി. എന്നാൽ കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ സാന്താൾ ജനതയ്ക്ക് തങ്ങളുടെ ഭൂമി നഷ്ടമായതോടെയാണ് അവർ കലാപം ആരംഭിച്ചത്. അപ്പോൾ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവും കാനു എന്നാണ് കലാപം ആരംഭിച്ചത്? 1855 ജൂൺ 30-നാണ് കലാപം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യന്, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ആൻസർ മൈക്കൽ ഏഞ്ചലോയുടെയാണ് അന്ത്യവിധി ആരുടെയാണ്? മൈക്കൽ ഏഞ്ചലോ. അപ്പൊ മൈക്കൽ ഏഞ്ചലോ അന്ത്യവിധി, വിശുദ്ധ ആന്തോണീസിന്റെ പീഡനം, ഇവയൊക്കെ മൈക്കൽ ഏഞ്ചലോയുടെയാണ്. ലിയോനാർഡോ ഡാവിഞ്ചിയുടെയാണ് മൊണാലിസ, അവസാനത്തെ അത്താഴം, മൊണാലിസ അവസാനത്തെ അത്താഴവും കന്യാമറിയയും ലിയോനാർഡോ ഡാവിഞ്ചിയുടെയാണ്. റാഫേലിന്റെയാണ് ഏതൻസിലെ വിദ്യാലയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന കൃതിയുടെ കർത്താവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ച് പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇത് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ ശരിയായത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നതാണ്. അപ്പം ഇവിടെ ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരിയുടെ പോഷക നദി. ഇന്ദ്രാവതിയും ശബരിയും ഗോദാവരിയുടെ പോഷക നദിയാണ്. ഗാന്ധി സാഗർ ഡാം ചമ്പൽ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നർമ്മദ നദി ഉത്ഭവിക്കുന്നത് മൈക്കല പർവ്വത നിരകൾ അമർകണ്ട് പീഠഭൂമിയിലെ പടിഞ്ഞാറൻ ചെരുവിന്റെ ഉയരത്തിൽ നിന്നും. നർമ്മദ നദിയുടെ നീളം എന്ന് പറയുന്നത് 1312 പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി. വടക്ക് വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനും ഇടയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നു. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെടുന്ന നദിയും നർമ്മദ നദി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവ മണ്ഡലം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് നീലഗിരിയാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന 1986 സെപ്റ്റംബറിലാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് വയനാട്, നാഗർഹോള, ബന്ദിപ്പൂർ, മുതുമലൈ, നിലമ്പൂരിലെ വനഭാഗങ്ങൾ, നീലഗിരി പീഠഭൂമിയിലെ ഉയർന്ന ഭാഗം, സൈലന്റ് വാലി, ശിരുവാണി കുന്ന്. അപ്പൊ സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമല, ശിരുവാണി, വയനാട്, ഇവയൊക്കെ നിലമ്പൂരിലെ വനഭാഗങ്ങൾ, ഇവയൊക്കെ ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ്? നീലഗിരിയുടെ ഭാഗമായിട്ടുള്ള ജൈവമണ്ഡലങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യന്, മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. ആൻസർ എന്ന് പറയുന്നത് ചിനൂക്കാണ്. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്കാണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മഞ്ഞു തിന്നുന്നവൻ ചിനൂക്കാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. അപ്പം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വത നിരയുടെ കിഴക്കേ ചെരുവിലൂടെ മഞ്ഞുരുകി മാറുന്ന നിലയിലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. അതേപോലെ ഹർമാറ്റൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക ഉന്മാദമാണ് ഹെർമാറ്റൻ. ഇവ ഡോക്ടർ എന്ന് വിളിക്കുന്നത് ഹെർമാറ്റനെയാണ് ഡോക്ടർ എന്ന് വിളിക്കുന്നത്. മിസ്ട്രൽ എന്ന് പറഞ്ഞാൽ ആൽപ്സ് പർവ്വത നിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റാണ് മിസ്ട്രൽ എന്ന് പറയുന്നത്. അപ്പൊ ഹെർമാറ്റൻ എന്ന് വെച്ചാൽ ആഫ്രിക്കൻ സഹാറ മരുഭൂമിയിലാണ് ഇതിനെ ഡോക്ടർ എന്നറിയപ്പെടുന്നു. മിസ്ട്രൽ എന്ന് വെച്ചാൽ ആൽപ്സ് പർവ്വത നിരയിൽ നിന്നാണ്. ചിനൂക്ക് എന്ന് വെച്ചാൽ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയിൽ ഇത് മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി, അതായത് ചിനൂക്ക് എന്ന് പേര് വന്നത്.
ഫോൺ എന്ന് വെച്ചാൽ ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഫൊന്ന്. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിന് ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില എന്ന് പറയുന്നത് അവസാദ ശിലയാണ്. ശിലകളിലെ വൈവിധ്യത്തിന് കാരണം അവയ്ക്കിടയിലുണ്ടാകുന്ന ഘടകങ്ങളാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. സിലിക്ക, അഫ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കൾ ഭൂമിയിലുണ്ട്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിന് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത്. അപ്പൊ ശിലകളില് അവസാദ ശില എന്ന് പറഞ്ഞാല് പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകളെ അടുക്ക് ശിലകൾ എന്ന് അറിയപ്പെടുന്നു. കാലാന്തരത്തെ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കുക, പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഇതാണ് അവസാദ ശിലകൾ. അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി, ചോക്ക്, ഷെയ്ല. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി, ഷെയ്ല ഇവയൊക്കെ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ, ഡോളറൈറ്റ്. അപ്പൊ ഡോളറൈറ്റും ഗാബ്രോയും ബസാൾട്ടും ഗ്രാനൈറ്റും ഇവയൊക്കെ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് അരുണാചൽ ഹിമാലയത്തിലാണ്. അപ്പൊ ഭൂട്ടാൻ ഹിമാലയത്തിന് കിഴക്ക് മുതൽ ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് അരുണാചൽ ഹിമാലയം. പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന ദിശയാണ് തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് ദിശ വരെ. ഈ പ്രദേശങ്ങളെ ഗോത്രവർഗക്കാർ പിന്തുടരുന്ന കൃഷിരീതിയാണ് ജുമ്മിങ്, അതായത് സ്ഥാനാന്തര കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി എന്നിവയുടെ ഒരു വകഭേദമാണ് ജുമ്മിങ് എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഇത് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന പരുത്തിയാണ്. സൈദ് എന്ന് പറയുന്നത് പഴമാണ്. റാബി എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഒറൈസ സറ്റേവ എന്ന് പറയുന്നത് നെല്ലാണ്. അപ്പം യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തി, സൈദ് പഴമാണ്, റാബി ഗോതമ്പാണ്, ഒറൈസ സറ്റേവ നെല്ലാണ്. 2020 ഇന്ത്യ ബജറ്റ് അമൃതകാൽ എന്ന പേര് 7 മുൻഗണനകൾക്ക് നൽകുന്നു. ഇതിൽ പെടാത്തത് ഇവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് വിവരാവകാശമാണ് ഇതിൽ പെടാത്തത്. അപ്പൊ പെടുന്നവ ഹരിത വളർച്ച, യുവശക്തി, അടിസ്ഥാന വികസനവും നിക്ഷേപണവും, സമഗ്ര വികസനം, അവസാന മൈൽ എത്തുക, അടിസ്ഥാന സൗകര്യ നിക്ഷേപവും, സാധ്യതകൾ തുറന്നിടുക, ഹരിത വളർച്ച, യുവശക്തി, സാമ്പത്തിക മേഖല. അപ്പൊ 7 ഏതൊക്കെയാണ്? സപ്ത ഋഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. സമഗ്ര വികസനം ഫസ്റ്റ്, അവസാനമായി എത്തുക, അടിസ്ഥാന സൗകര്യങ്ങളെ നിക്ഷേപവും, സാധ്യതകൾ തുറന്നിടുക, ഹരിത വളർച്ച, യുവശക്തി, സാമ്പത്തിക മേഖല. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗ് സംബന്ധിച്ച് താഴെ പറഞ്ഞവ ശരിയാവ ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. നീതി ആയോഗിലെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ഘടന എന്ന് വെച്ചാൽ അധ്യക്ഷനുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർ, ഉപാധ്യക്ഷൻ, സ്ഥിരാംഗങ്ങൾ, 4 അനൗദ്യോഗികാംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി താഴെ പറയുന്നത് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് എന്ന് വെച്ചാൽ ഡി ആണ് ആൻസർ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്നതാണ് ശരിയല്ലാത്തത്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി ശരിയായിട്ടുള്ള 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDP-യുടെ 10% വരുന്ന പദ്ധതി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ തന്നിരിക്കുന്നത് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻസർ എ ആണ് ആൻസർ. 1 സി ആണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-ന്. ആസൂത്രണ കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15-ന്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1-ന്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 51 ഏപ്രിൽ 1-ന്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15-ന്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-ന്. താഴെ തന്നെ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നബാർഡുമായി ബന്ധമില്ലാത്തത് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. 1980 ജൂലൈ 12 സ്ഥാപിതമായി എന്നതാണ് തെറ്റായിട്ടുള്ളത്. കാർഷിക വികസനവും ഗ്രാമീണ വികസനവും ശരിയാണ്. ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി. അപ്പൊ ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനും പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ്. നബാർഡ് നിലവിൽ വന്നത് 1980-ലല്ല, 1982-ലാണ് നിലവിൽ വന്നത്. 1982 ജൂലൈ 12-നാണ്. നബാർഡ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1982 നവംബർ 5-നാണ്. ആസ്ഥാനം മുംബൈയാണ്. നബാർഡ് കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. നബാർഡിലെ നിലവിലെ ചെയർമാൻ എന്ന് വെച്ചാൽ ഷാജി KV ആണ്. നബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തവ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ പാർലമെന്ററി സംവിധാനമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്? നീതിന്യായ പുനഃപരിശോധന, അവശിഷ്ട അധികാരം, നിയമവാഴ്ച എന്ന ആശയം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുമായി ബന്ധപ്പെട്ട്, അതായത് ഉത്തരവുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ സി ആണ്. അതായത് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടില്ലാത്തത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നീതിന്യായ പുനഃപരിശോധനയും അവശിഷ്ട അധികാരവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതല്ല. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നിയമവാഴ്ചയും പാർലമെന്ററി സംവിധാനവും. നിയമവാഴ്ചയും പാർലമെന്ററി സമ്പ്രദായവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ എടുത്തിട്ടില്ലാത്തത് നീതിന്യായ പുനഃപരിശോധന, അവശിഷ്ട അധികാരവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടില്ലാത്ത ആശയങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 4ആണ്. ഇന്ത്യ ഭരണ 5 തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നത് തെറ്റാണ്. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നതാണ്. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. ഇന്ത്യ ഭരണഘടന 5 തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇവയെ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 4 മാത്രമേ ഉള്ളൂ ശരിയായ പ്രസ്താവന. ഇന്ത്യ ഭരണഘടന 5 തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടാത്ത ആശയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ലക്ഷ്യത്തിൽപ്പെടാത്തത് മതസാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യത്തിൽപ്പെടാത്തത്. അപ്പൊ അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഇവയൊക്കെ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടുന്നവയാണ്. ഇന്ത്യ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കർത്തവ്യങ്ങളിൽ പെടാത്തത് ആൻസർ എന്ന് പറയുന്നത് D ആണ് ആൻസർ. അതായത് 3 വ്യക്തികൾ നികുതി അടയ്ക്കുക എന്നതാണ് 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യത്തിൽ പെടാത്തത്. അപ്പൊ മൗലിക കർത്തവ്യത്തിൽ പെടുന്നവയൊക്കെയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനെയും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ഇന്ത്യൻ രാഷ്ട്രപതികൾ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് A ആണ് ആൻസർ. 3, 4 ആണ് വിവേചനാധികാരത്തിൽ പെടാത്തത്. ലോക്സഭയെ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം.